ഇപ്പോൾ KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. തെരഞ്ഞെടുപ്പ് ഇന്ന് വരും, നാളെ കഴിയും. പക്ഷെ ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. ഏതിൻ്റെ പേരിലായാലും ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. പ്രാദേശികമായിട്ടുള്ള വികാരങ്ങൾ ഉണർത്തുക, ജാതിപരമായ മതപരമായ വികാരങ്ങൾ ഉണർത്തുക. ഇതൊരു ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ പവറിലിരിക്കുന്ന ആളാണ്, പൊസിഷനിലിരിക്കുന്ന ആളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ അങ്ങേയറ്റത്തെ പ്രതിഷേധമുണ്ട്. രാജ്യവ്യാപകമായി കോൺഗ്രസ് ഇത് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇത്തരം വിദ്വേഷ പ്രസംഗത്തിന് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടത്തണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടന്നാൽ തങ്ങൾ ജയിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു അവർക്ക് കാറ്റെങ്ങോട്ടാണെന്ന്. ആ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ്റെ റിപ്പോർട്ടിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വളരെ താഴ്ന്ന നിലയിലുള്ള ജനങ്ങളെ പോളറൈസ് ചെയ്യുന്ന, ഡിവൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുമായി പ്രസംഗവുമായി അദ്ദേഹം വന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ. അത് അങ്ങേയറ്റത്തെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. അതുപോലെ ഞാൻ പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യാണ്, ഞങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് തേടിയിരിക്കുകയാണ് ഈ മാനിഫെസ്റ്റോ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും, ഇൻക്ലൂഡിംഗ് പാർലമെന്റ് കാൻഡിഡേറ്റ്സ്, വി വിൽ സെൻഡ് ദ മാനിഫെസ്റ്റോ ടു ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അറ്റ്ലീസ്റ്റ് ആദ്യം അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കട്ടെ. നിങ്ങൾക്കും വായിച്ചു നോക്കാം ഞങ്ങളുടെ മാനിഫെസ്റ്റോ. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം 5 ഗ്യാരണ്ടികളാണ്. കർണാടകത്തിലും തെലങ്കാനയിലും പ്രഖ്യാപിച്ച് നടപ്പിലാക്കി കാണിച്ചു കൊടുത്ത ഗ്യാരണ്ടികൾ. 30 ലക്ഷം ജോലി ഇന്ത്യ രാജ്യത്ത് വേക്കൻ്റാണ്. 30 ലക്ഷം സർക്കാർ ജോലികൾ വേക്കൻ്റാണ്. നിങ്ങളറിയോ, ഇന്ത്യ രാജ്യത്ത് 10 കൊല്ലം നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ 30 ലക്ഷം സർക്കാർ ജോലികൾ വേക്കൻ്റാണ്. ഇവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു തൊഴിലിന് വേണ്ടി മഴയെ കാക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടി. ഇപ്പോൾ 30 ലക്ഷം തൊഴിലവസരങ്ങൾ വേക്കൻ്റാക്കി വെച്ചിട്ടാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ഡിമാൻഡ് ആ 30 ലക്ഷം വേക്കൻസിയും നടപ്പിലാക്കുന്നുള്ളതാണ്. അതിന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. തെലങ്കാനയിൽ ഞങ്ങളിത് പ്രസംഗിച്ചു, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. 30,000 വേക്കൻസികളാണ് തെലങ്കാനയിൽ 4 മാസത്തിനുള്ളിൽ സർക്കാർ വേക്കൻസികളാണ് ഞങ്ങൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. 30,000 ചെറുപ്പക്കാർക്കാണ് ജോലി കൊടുത്തിരിക്കുന്നത്. ആർക്കും വെരിഫൈ ചെയ്യാം. ചെറുപ്പക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, അവർക്ക് അതിനു വേണ്ടിയുള്ള അവസരങ്ങൾ കൊടുക്കും. മാനിഫെസ്റ്റോയിൽ പറഞ്ഞ വാചകമാണ്. ആ കാലയളവിൽ 1 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡ് കൊടുക്കും ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാഗ്ദാനം വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മഹാലക്ഷ്മി പദ്ധതി. ഓരോ പാവപ്പെട്ട വീട്ടിലെ സ്ത്രീക്കും 1 ലക്ഷം രൂപ വീതം ഒരു വർഷം. ഇപ്പോൾ കർണാടകത്തിൽ 2000 രൂപ വെച്ച് മാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് 1 ലക്ഷം രൂപ ദേശീയ തലത്തിൽ ഞങ്ങളൊരു കുടുംബത്തിലെ ഒരു മഹിളക്ക് കൊടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോ. പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ വിമർശനം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയാണ്.